ജൂൺ 5 വിശുദ്ധ ബോനിഫസ് മെത്രാൻ രക്തസാക്ഷി. ജനനം 675 ഇംഗ്ലണ്ടിൽ. മരണം 79 വയസ്സിൽ ഫ്രീസിയയിൽ 754 ജൂൺ 5. വിശുദ്ധ ബോനിഫസ് ഇംഗ്ലണ്ടിൽ ഡെവോൺഷെയറിൽ ജനിച്ചു. വിൽഫ്രിഡ് എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. പരിശുദ്ധരായ സന്യാസികളുമായുള്ള സംസർഗം വിൽഫ്രിഡിനെ ആ വഴിക്ക് തിരിച്ചു. 30 വയസ്സിൽ പുരോഹിതനായ വിൽഫ്രിഡ് ആദ്യം ഫ്രീസിയയിലും പിന്നീട് ജർമ്മനിയിലും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ബവേറിയയിൽ വളരെ മാനസാന്തരങ്ങളുണ്ടായി. ഫ്രീസിയയിൽ 13 വർഷം ആർച്ച് ബിഷപ്പ് വിശുദ്ധ വില്ലെബ്രാഡിനെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്ന് ഭയന്ന് ഫാദർ വിൽഫ്രിഡ് ജർമ്മനിയിലേക്ക് മടങ്ങി. അക്കാലത്ത് മാർപ്പാപ്പ ഫാദർ വിൽഫ്രിഡിനെ റോമിലേക്ക് വിളിച്ചു. വിൽഫ്രിഡിൻ്റെ വിജയത്തിൽ സന്തുഷ്ടനായ മാർപ്പാപ്പ 723 അദ്ദേഹത്തെ മെത്രാനായി അഭിഷേചിക്കുകയും ബോനിഫസ് എന്ന പേര് മാറ്റുകയും ചെയ്തു. ബിഷപ്പ് ഹെസ്സയിലേക്ക് തിരിച്ചുവന്ന് ജൂപ്പിറ്ററിന് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഓക്ക് തടി വെട്ടിപ്പൊളിച്ച് ആ മരം കൊണ്ട് ഒരു പള്ളി പണിയിച്ചു. ഗ്രിഗറി ദ്വിതീയൻ, ഗ്രിഗറി തൃതീയൻ, സക്കറി എന്നീ 3 മാർപ്പാപ്പമാരുടെ കീഴിൽ ജോലി ചെയ്തു. എല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധനെ പോലെയാണ് കരുതിയിരുന്നത്. ഫ്രാൻസിലും ജർമ്മനിയിലും അദ്ദേഹം മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്നു. പ്രസ്തുത സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും മാർപ്പാപ്പമാർ അനുവദിച്ചില്ല. 747 ബോനിഫസിനെ മെയിൻസ് ആർച്ച് ബിഷപ്പാക്കി. ഇംഗ്ലണ്ടിൽ നിന്നും കുറേ വൈദികരെ കൂടെ കൊണ്ടുവന്ന് മിഷൻ പ്രവർത്തനങ്ങൾ അദ്ദേഹം ത്വരിതപ്പെടുത്തി. അനന്തരം തീഷ്ണതയുള്ള കുറേ കൂട്ടുകാരോടുകൂടി കിഴക്കൻ ഫ്രീസിയയുടെ ഉത്തരഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയും അനേകരെ അവിടെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. പന്തക്കുസ്തായുടെ തലേ ദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോനിഫസിനെയും കൂട്ടരെയും വധിക്കാൻ വന്നു. ബോനിഫസിൻ്റെ ഭൃത്യന്മാർ അവരെ എതിർക്കാൻ വട്ടം കൂട്ടിയെങ്കിലും മരണത്തെ പ്രസന്നമായി കാത്തിരിക്കുവാൻ അദ്ദേഹം അവരെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ബോനിഫസും എവോബൻ എന്ന ബിഷപ്പും 3 വൈദികരും 3 ഡീക്കന്മാരും 4 സന്യാസികളും ഉൾപ്പെടെ 52 പേരെ വധിച്ചു. 755 ജൂൺ 5 ഈ രക്തസാക്ഷിത്വം. വിശുദ്ധ ബോനിഫസ് ജർമ്മനിയുടെ അപ്പസ്തോലനായിട്ടാണ് അറിയപ്പെടുന്നത്. വചനം റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. വിചിന്തനം. വിശുദ്ധ ബോനിഫസ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് കത്തുബർട്ടിന് എഴുതിയ വാക്കുകൾ സ്മരണീയമാണ്. കയ്പും കഷ്ടതയും നിറഞ്ഞ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് സമരം ചെയ്യാം. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ പരിശുദ്ധ നിയമങ്ങളെ പ്രതി അവരോടുകൂടെ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് മരിക്കാം. നാം കുരയ്ക്കുന്ന നായ്ക്കളാകരുത്, ഉറങ്ങുന്ന കാവൽക്കാരുമാകരുത്, ചെന്നായി വരുമ്പോൾ പലായനം ചെയ്യുന്ന കൂലിക്കാരാകരുത്. പ്രത്യുത സൂക്ഷ്മതയുള്ള, ഉത്സാഹശീലമുള്ള, സമ്പന്നരും ദരിദ്രരുമായ എല്ലാ തരക്കാരോടും എല്ലാ പ്രായക്കാരോടും സ്ഥാനത്തും അസ്ഥാനത്തും സുവിശേഷം പ്രസംഗിക്കുന്ന ഇടയന്മാരാകണം.